തടി പോത്തെ നമ്മുടെ ആ ചാരപ്പടി ഞാൻ കൊന്നേക്കട്ടെ. അത് വേണോ? അല്ല പിന്നെ അയാൾക്ക് എന്നാ കൂട്ടി ഊണ് കൊടുക്കും? ആ പെട ഇനി മുട്ടയിടുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നേ. തന്നെ എന്റെ പൊരുന്നയായിട്ട് മാസം 4 ആയില്ലയോ, വയസ്സ് 8-10 കോഴിക്ക്. ആ പറഞ്ഞതുപോലെ അത് നേരാ. കൊന്നേര്. പിന്നെ വേവിക്കുമ്പോ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചോ. ഇല്ലെങ്കിൽ ചിലപ്പോ കുഴി കൊച്ചിന്റെ വെപ്പ് വല്ല് കോഴിക്കാരയിലിരിക്കും. ശരിക്കും ബന്ധോട്ടറി. എടി മോളിക്കുട്ടിയേ, എണീക്കടി. ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ലമ്മച്ചി. പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാനതിന് ഞായറാഴ്ച 1-ാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോടി നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ തന്ത. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേക്കടി അവിടുന്ന്. സ്ത്രീധനം കൊടുക്കാനോ 10 കാശില്ല. ഇനിയിപ്പോ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള് ഇനിയിപ്പൊ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ. കുഴി കൊച്ചു നല്ല 1-ാം നമ്പർ അർക്കീസ. കണക്ക് പറഞ്ഞ അയാള് കാശ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ. അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. 4 ഏക്കർ റബ്ബറും 1 ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പിയും അവല് നനച്ചതും തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഓ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതും ആയിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17ക്ക് 17 മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ. അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ത പട്ടക്കാരൻ കൊച്ചച്ചൻ എന്നതാ പറഞ്ഞ്. നീ ഇങ്ങനെ എന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നെ എലിയാമേ, ഞാൻ പാവിയായി പോവേന്ന്. അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു, ഇവളുമാരെവിടെ കിടക്കുന്നു? എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേന്ന് ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാ നല്ല സുന്ദരനാണോ? ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി? പോടി കുരുത്തം കെട്ടോളെ, അതേ പ്രസംഗം പറയുന്നു. ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി. നേരെ ചേച്ചി, വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. എന്നതാ എന്റെ പുന്നാര സൂസിമോള, അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ. അതെ, പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീ. നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർച്ച നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു വേണോടാ? അന്ത്രു താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോ. അങ്ങോട്ട് തരാനില്ല. അതെന്താ പാടണപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ട. ഇടോ, ഉപ്പും കോലുമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ. കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോ എന്നും കരുതിയ. താനൊരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യരാ, അത് കൊള്ളാം. ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ടൊരു പൊരുത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടെടുത്തേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. അതാ പുറകെ കിടക്കുന്നുണ്ടല്ലോ ഒരുത്ത്, ഒരു പുത്തൻ പണക്കാരൻ. കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ല അവനെ വിളിക്കേണ്ടത്, കൂപ്പൻ. അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല.
ഹലോ, ഗുഡ് മോർണിംഗ്. സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. അയ്യോ, ഞാനൊന്നുമില്ലേ. എടാ ബോസ്കോ, ആ കെട്ടഴിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കടാവേ. ശരി പ്രിൻസിപ്പളെ. ആ എന്തുവാ പ്രശ്നം? എന്തുവാ കാര്യം? കാര്യം ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1 2 ശരിയാണല്ലോ, 2 കണ്ണുണ്ട്. ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിലാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കെയെന്ന് പറഞ്ഞാ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല. ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ചിക്കിലില്ലാത്തനെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ. ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4500 രൂപയാവും. അയ്യോ, 4500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ? അല്ല, 4500 ഒരു പൈസ കുറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരുമായിട്ട് ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. എന്റെ കയ്യിൽ ആകെ 1000 രൂപയേ ഉള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂറിന്റെ കാര്യങ്ങൾ തീർക്കാൻ വാണ്ടേ? കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണതല്ലേ, അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലങ്ങ് ആയിക്കോട്ടെ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ഇരിക്കുന്നത് ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവിയെ നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം ഒന്നങ്ങോട്ട് മാറാം. ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര് സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാരെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്യിച്ചത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരാണ് തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം.
നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകരും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെത്തി വന്നു പറഞ്ഞു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകണ ചടങ്ങ് നടത്തേക്കാം. വന്നാ കത്തിരോട് കത്തിരോട്. വലിയ കത്രയും ചേർത്തെ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലൊരു ഗജപോക്കിരെ കയറ്റിയ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല. കുഞ്ഞച്ചനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. വാ. ഒരു ദൈവദൂതൻ. എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി. ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയിൽ ഞാൻ എടുത്തോണ്ട് തരാം പോരെ. അവനൊക്കെ ഇതിന്റെ മൂർച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വിരണ്ടു പോകല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ, അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു പാപ്പി. അവനൊരു 6 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നോ? ചേച്ചി കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മയെ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും പോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരികയല്ലേ. ഞാൻ എന്നാ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ, 2-3 പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ, ഒന്നും ഗുണമില്ല. കുറെ എണ്ണ എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. നിന്നെ മഹറോൻ ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോൻ ചെല്ലാൻ ഞാൻ പള്ളി കയറിയിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇനിയും വരാം. നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ? താമസിക്കാനൊന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ അവിടെ തരാമെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ ഈ അവിടെ ബഹളമൊക്കെ ആയ സ്ഥിതിക്ക് വേറെ എവിടെയെങ്കിലും നോക്കണം. ഓ, ഞാൻ വരട്ടെ മച്ചേ. എന്നാ ചെല്ല്. കേട്ടോ, എനിക്കൊരു ബുദ്ധി. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത്. എനിക്ക് ഈ വർത്താനം പിടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ബഹളം ഉണ്ടാക്കി. ഇതുകൊണ്ട് ഇത് തീർന്നെന്ന് വിചാരിക്കാവോ? ഇല്ല. ഈ ചായപ്പ് ഏതായാലും വെറുതെ കിടക്കില്ലേ. മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ കെട്ടി താമസിപ്പിച്ചാലോ? എടി, ആൾക്കാര് കെട്ടിക്കാറായ 2 പെൺപിള്ളേ. അതേ, എന്റെ പിള്ളാരാ, അവര് പിഴക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി. അവൻ അവിടെ കിടന്നേച്ചു എഴുന്നേറ്റ് പോന്നെ പൊയ്ക്കോട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ചു. കുഞ്ഞച്ചൻ ചേട്ടൻ.
സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ.